കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നു. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം. വിവരങ്ങളുമായി ഇപ്പോൾ അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? ഹരിത, വാദം ആരംഭിച്ചപ്പോൾ മുതൽ ഇത്തരത്തിൽ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുടെ ആശങ്കകളെയാണ് സുപ്രീം കോടതി ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഇത്തരത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറ്റൻഡൻസ് നിഷേധിക്കുക, അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക മുതലായ നടപടികളിലേക്ക് കടക്കുമെന്ന ആശങ്ക അവർക്കുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാതൊരുവിധ നടപടികളും ഉണ്ടാകില്ല എന്നും എത്രയും വേഗം തന്നെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണം എന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് ഒരു ശരിയായ കാരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പൊതു സംവിധാനം ഇങ്ങനെ താറുമാറായി കിടക്കുന്നത് എങ്ങനെ ശരിയാകുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. മാത്രമല്ല, രോഗികളിൽ പലരും പാവപ്പെട്ടവരും അവസരമായ രോഗികൾ ഇങ്ങനെ വലയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് എല്ലാവരും ജോലിയിൽ പ്രവേശിക്കണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ എല്ലാവരുടെയും വാദങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും എന്നൊരു ഉറപ്പ് കൂടി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇതിനായി ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിട്ടായിരുന്നു അതായത് ഓഗസ്റ്റ് 20-ാം തീയതി ആദ്യമായി വാദം കേട്ട ദിവസം തന്നെ ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഈ ദേശീയ ടാസ്ക് ഫോഴ്സിൽ, അതായത് ആരോഗ്യ രംഗത്തെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങളടക്കം പഠിക്കുന്നതിനുള്ള ഈ സമിതി രൂപീകരിക്കുന്ന ഈ സമിതിയിൽ റെസിഡന്റ് ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന റെസിഡന്റ് ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സമിതി എന്ന് സുപ്രീം കോടതി ഇന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ കൗൺസിലായ സോളിസിറ്റർ ജനറൽ അറിയിച്ചത് ഇപ്പോഴും, അതായത് അഭിഭാഷകർ അറിയിച്ചത് ഇപ്പോഴും ഈ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയാണ്. അതായത് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷനും പലയിടങ്ങളിലും സ്വകാര്യ ആശുപത്രികൾ നിയന്ത്രിക്കുന്നത് മാനേജ്മെന്റുകളും അതുപോലെ തന്നെ മാഫിയകളുമാണ്. ഇത്തരത്തിൽ അവരോടുള്ള പേടി മൂലം പലയിടത്തും ഡോക്ടർമാർക്ക് പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പേടിയുണ്ട് എന്ന് കൗൺസിൽ അറിയിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ ദേശീയ ടാസ്ക് ഫോഴ്സിൽ ഒരു പോർട്ടൽ ഏർപ്പെടുത്തും. അതായത് അനോണിമസ് ആയി, അജ്ഞാതമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ അറിയിക്കാനും നിർദ്ദേശങ്ങൾ അറിയിക്കാനും ഒരു അനോണിമസ് പോർട്ടൽ ഈ NTFന്റെ ഭാഗമായി നൽകാം എന്ന സുപ്രീം കോടതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ കേസിന്റെ വാദത്തിലേക്ക് കോടതി കടക്കുകയും സോളിസിറ്റർ ജനറൽ CBIയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ട് വായിച്ച ശേഷം തൽസ്ഥിതി റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് വായിച്ച ശേഷം കോടതി 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഈ പ്രതിക്ക് ഒരു പരിക്കേറ്റിരുന്നു എന്ന് പറയുന്നുണ്ട്, CBIയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ പ്രതിയുടെ പരിക്കിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അത് ഞങ്ങൾ വെച്ച റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട് എന്ന് CBI ഉത്തരം നൽകി. അതോടൊപ്പം തന്നെ ഇരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ, അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിരുന്നോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേന്ദ്രം സർക്കാരിനെതിരെയാണ് കോടതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഇതിലും ബംഗാൾ സർക്കാരിനോടും കോടതി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. പ്രതിക്ക് പരിക്കേറ്റിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് മതിയായ തെളിവുകൾ എവിടെ എന്നാണ് കോടതി ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് CBIക്ക് കൈമാറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ തങ്ങൾക്ക് അറിയൂ എന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുമാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത്ത കോടതിയെ അറിയിച്ചത്. അതേസമയം CBI ആകട്ടെ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ട് എന്നും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പ്രതിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും CBI സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഭാഗമാണ് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്കാരം കഴിഞ്ഞ ശേഷം മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതുപോലെ തന്നെ 9 മണിക്കൂറുകൾക്ക് ശേഷം ആണ് ഈ ഒരു മരണം അസ്വാഭാവിക മരണമാണെന്ന് കാണിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങുന്നത് തുടങ്ങി ഗുരുതരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും ബംഗാൾ സർക്കാരിനെതിരെ സുപ്രീം കോടതി വിമർശന ശരങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ഹരിത. ശരി അതുല്യ.